ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുറച്ച് എന്താ പറയുക ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പാണ്ടിക്കാട് പോകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ റെഡിയായി വാതിലൊക്കെ പൂട്ടി ഇറങ്ങും കേട്ടോ. വാതിൽ കുറച്ച് പണ്ടത്തെ മോഡൽ വാതിലും ഒക്കെ ആയതുകൊണ്ട് നല്ല പൂട്ടാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ റിയാസ്ഖാൻ്റെ കാല് ഒരുപാട് നീര് വന്നിട്ടുണ്ട്. റിയാസ്ഖാക്ക് റെസ്റ്റും ഇല്ല, സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കണ കാരണം. പിന്നെ വീട് മാറിയ ശേഷം ഓരോന്നിനും പോയി ദൂരം കൂടുതലായതുകൊണ്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങിൽ കുഞ്ഞു കുഞ്ഞു തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കിണർ നല്ല മഴ പെയ്തപ്പോൾ നിറഞ്ഞതായിരുന്നു, ഇപ്പോൾ കുറച്ച് കമ്മിയായിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തുള്ളികൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായി കാണാം കേട്ടോ. ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഞങ്ങൾ അടുത്താണെന്ന് കേട്ടോ വിചാരിച്ചത്. സംഭവം നല്ല ദൂരമുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഗണപതിനെ ഒഴുക്കണ കാരണം ഒരുപാട് നമ്മൾ എന്താ പറയുക ബ്ലോക്കൊക്കെ ആയിട്ടാട്ടോ പോയി. റിയാസ്ഖാക്ക് ഒരുപാട് ക്ഷീണം, റിയാസ്ഖാക്ക് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കും എനിക്കും ഒക്കെ. അത് എത്ര ദൂരം ഇരുന്നപ്പോൾ ഭയങ്കര ഇതായിട്ടോ. പിന്നെ റിയാസ്ഖാൻ്റെ കാലും അങ്ങനെ മൊത്തത്തിൽ നീരായി, എന്താ പറയുക മൊത്തം പോയി പെട്ടെന്നായി ഞങ്ങൾ കേട്ടോ. ദൂരം കൂടുതലായ കാരണം കാല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആകെ പോണത്, കാലും ഇടുപ്പും കൈയൊക്കെ. അപ്പോൾ അവിടെ കാണിച്ചവരൊക്കെ നല്ല അഭിപ്രായമായിട്ടാണ് പറയണത്. നമ്മുടെ മൊത്തത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ അവിടെ ഉണ്ട്, നോക്കണുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ചീട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, അതിൽ എഴുതിയതൊക്കെ. അപ്പോൾ എല്ലാത്തിനുള്ള പരിഹാരം നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക വേദനയുണ്ടെങ്കിൽ പിന്നെ പോകാമല്ലോ. പിന്നെ ഓൺലൈൻ വഴി ഒരാഴ്ച തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ദിവസം നമ്മൾ കാണിക്കാൻ എന്തായാലും പോകണം. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് കേട്ടോ ഇറങ്ങി. അപ്പോൾ 1 മണിയായി, ഗ്യാസൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും ഫുഡ് കഴിക്കാണ്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട്, അപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ബിരിയാണി ആട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആട്ടോ. അവിടുത്തെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്ന ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട. പിന്നെ നല്ല കുറച്ച് ദൂരം കൊണ്ടായപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ കടയിലാട്ടോ നമ്മൾ കയറി. ഇവിടെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി, വെറും 100 രൂപയുള്ളൂ കേട്ടോ അവിടെ ബിരിയാണിക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നല്ല ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ മഴയിൽ നിന്ന് നോക്കി നിന്ന് ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ വേഗം പോയിട്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ എത്തുന്ന വീഡിയോ കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. മഴ നല്ല പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ബസ്സുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ കയറണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാത്തിനുമുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സമയം നോക്കേണ്ട സമയം എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മാത്രമേ നോക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ലീവാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കാണിക്കാം കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ എല്ലാത്തിനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡ് ആട്ടോ. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ മഴത്തുള്ളികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബസ്സുകളൊക്കെ ഇങ്ങനെ പോകണത് ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതാണ് അത്ര വയസ്സായ ഡോക്ടറൊന്നുമല്ല കേട്ടോ, കുറച്ച് ചെറുപ്പക്കാരനാണ്. പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്ന മകനെ പേരക്കുട്ടി അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം പോയതും തിരക്കില്ലാണ്ട് കാണിച്ചു കേട്ടോ. പോയി പിന്നെ എന്നെ എനിക്ക് കുറേ ടെസ്റ്റൊക്കെ തന്നു. എൻ്റെ പെടലിയൊക്കെ പിടിച്ച് പൊട്ടിച്ചു, കാല് കൈയൊക്കെ പിടിച്ച് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ കയറി. അപ്പോൾ ആ പള്ളിയിൽ കയറി മുഖവും കൈയൊക്കെ കഴുകി അങ്ങനെ വന്നു കേട്ടോ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോണ സമയത്ത് അത്ര ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പോയി അവിടെ എത്തുമ്പോൾ എന്തായാലും നേരാകും. പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ വൈകുന്നേരമായി ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ കടയിൽ കയറിയിട്ടോ. അപ്പോൾ 8-8:30 ആയില്ല, 9 മണിയായി. 9 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വൈകുന്നേരം ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 8-8:30 ആയി, 9 മണിയാകാനായപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറിയിട്ടോ. മണ്ണാർക്കാട് കഴിഞ്ഞ ശേഷം അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് കുറേ ബ്ലോക്കിലൊക്കെ നിന്ന് ക്ഷീണിച്ച് അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ശരി എന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, അങ്ങനെ മുണ്ടാണ്ട് അവിടെ അള്ളാ പറഞ്ഞിട്ട് കടന്നാൽ മതി പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുക കേട്ടോ. അപ്പോൾ എനിക്ക് അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര സന്തോഷമായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാത്തിമക്കുട്ടിക്ക് ഒറ്റയ്ക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പോൾ അവൾ കഴിച്ചു കേട്ടോ. അതാണ് ഏറ്റവും
അതാണ് ആ സമയത്ത് ക്ഷീണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ആശ്വാസമൊക്കെ ആയതിട്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി മാഷാ അള്ളാ. അപ്പോൾ അവൾ ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് ഇങ്ങനെ എറിയും. അപ്പോൾ എല്ലാവരും ദോശയും ഒക്കെ കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇത് 5 രൂപേൻ്റെ ഒരു ജീരക മുട്ടായി കേട്ടോ, കുട്ടികൾക്ക് മുട്ടായി വേണം പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ കഴിച്ച് ഇങ്ങനെ വീടെത്താനായപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരമുണ്ട്. മറ്റേ നമ്മൾ ഗ്യാസ് സംബന്ധമായ എല്ലാ ത്തിനും ഇവിടെ വന്നതിന് ഒരു മസാല സോഡ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര ഗ്യാസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുടിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ച് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് മദർലാൻഡ് എന്നാണ് കേട്ടോ. അവിടെ നിറയെ ആൾക്കാർ വന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇന്നാണ് ഇവിടെ വന്ന ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ മസാല സോഡ അങ്ങനെ എല്ലാവരും ഒരു സോഡ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ വീഡിയോ കേട്ടോ എടുത്തത്. വീടെത്തിയിട്ട് ഹോമിയിലേക്കൊക്കെ പോയി കേട്ടോ. ഇതാണ് എൻ്റെ ചീട്ട്. ഇതാട്ടോ അവിടുത്തെ അഡ്രസ്സ്. ഇത് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ, ഇതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അവിടെ പരിഹരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ പാകുമ്പോൾ നിങ്ങൾ സൂം ചെയ്തിട്ടൊക്കെ വായിക്കുക കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എനിക്കും പ്രിയസ്കാർക്കും ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആയുർവേദ ന്യൂ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പാണ്ടിക്കാട് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. റിയാസ്കാർക്കും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാം അവിടെ ലഭ്യമാണ്, ചെയ്തു തരും. അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ പോകുക കേട്ടോ. ദൂരം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ വേദനയും വരുത്തൊക്കെ മാറണ്ടേ. അപ്പോൾ റിയാസ്കാർക്കും കാലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ ബാക്കിലൊന്നുമില്ല, ഇത് മാത്രം. പിന്നെ ഗുളിക, പിന്നെ എനിക്ക് കാലിൽ പുരട്ടാനുള്ളത്. ഇതിൻ്റെ ഗുളിക വന്നിട്ട് ഇങ്ങനെ ഇട്ടാണ് വരുന്നത്, ഒരു മണി പോലെ. നമ്മളത് സൂം ചെയ്ത് വായിച്ച് നോക്കാം കേട്ടോ. അതൊക്കെ പാണ്ടിക്കാട് ആരോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കിത് അറിയുമോയെന്നറിയില്ല ആ സ്ഥലം. അപ്പോൾ നമ്മുടെ എല്ലാ സംബന്ധമായ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പിടിക്കണം കേട്ടോ. ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസമെങ്കിലും നമ്മൾ കഴിക്കേണ്ടി വരും തുടർന്ന്. ഇതാട്ട മരുന്ന് എനിക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഒരതിലൊക്കെ എഴുതി നമുക്ക് റെഡിയാക്കി തരും. ഡോക്ടർ ഫീസില്ല കേട്ടോ, മരുന്നിനാണ് ഫീസ്. അപ്പോൾ എനിക്കും റിയാസ്കാർക്കും പാടെ 1300 സംതിങ് ആയി കേട്ടോ. നിറയെ മരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മരുന്ന് തന്നു കേട്ടോ. എനിക്ക് മാത്രമാണ് ഇത്രയും മരുന്ന്. അപ്പോൾ റിയാസ്കാർക്കും ഇതേപോലെ ഒരു കിഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വീട് നീട്ടണില്ല, വേണ്ട. ഇത് കാലിൽ നമുക്ക് പുകച്ചൽ വേദന ഒക്കെ ഉണ്ടെങ്കിൽ തേക്കാനുള്ളൊരു മരുന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടെ രാത്രി വേദന കൊണ്ട് ഉറക്കമില്ല കേട്ടോ മനുഷ്യനിക്ക്. അതുകൊണ്ടാണ് പോയത് വേഗം. ശരീരം മൊത്തം വേദനയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒന്ന് കഴുത്തൊക്കെ പിടിച്ച് ഉടച്ചപ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരുന്നും കൂടി കഴിച്ചാൽ എൻ്റെ തുടർന്ന് റിയാസ്കാർക്ക് ഇതുപോലെ ഒരു കവറിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു പൊടി തന്നിട്ടുണ്ട്. അത് വന്നിട്ട് മുട്ട ഉണ്ടല്ലോ, അത് മുട്ടൻ്റെ വെള്ളക്കരി കൊടുത്തിട്ട് അതിലിട്ടിട്ട് അടുപ്പിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മരുന്ന് കഴിക്കുമ്പോൾ രാവിലെ രാത്രി കഴിക്കണം. ഫുൾ ഡോസാവും തോന്നുന്നു. വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പാണ്ടിക്കാട് പോയ സംഭവം ഇത്രേ ഉള്ളൂ. ആരോ അവിടുത്തെ ആളാണ്. നമുക്ക് രാത്രി ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് എവിടെയും നിൽക്കാനും പോകാനൊന്നും പറ്റിയില്ല. രാത്രി വന്ന് ഫുഡ് ഉണ്ടാക്കണ്ടേ കൊണ്ടിട്ട് അവിടെ നിന്നേ കഴിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഓരോ ലൈക്ക് കൊടുക്കാം കേട്ടോ, കമൻറ്റും ഇടണേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.